അപ്പൊ നമ്മുടെ യാത്ര അഹമ്മദ് നഗറിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ച് 10:30 മണിയായിട്ട് പോന്നപ്പോ ദാവീന്ന്. അപ്പൊ നമ്മള് ഡ്രൈവർ സീറ്റ് ഫിറോസിന് കൊടുത്തിട്ടുണ്ട്. ഫിറോസ് തണുത്തിട്ട കോട്ടൊക്കെ ഇട്ടിക്കണ്. കാശ്മീരിക്കല്ല പോയിക്കണ്. അപ്പൊ അന്നങ്ങനെ കാശ്മീർ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പൊ തന്നെ കോട്ടൊക്കെ ഇട്ടുകാണ്. വണ്ടില് സീറ്റ് കണ്ട് തണുക്കുന്നുണ്ട്. കോട്ടൊക്കെ ഇട്ടിരിക്കണ. അപ്പൊ ഫിറോസ് ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നതെന്ന് പറഞ്ഞത്, ഈ റൂട്ടിലല്ലേ. അപ്പൊ ബൈപ്പാസിലെ ടോളാണ്. ടോളിന്റെ ഒരു ഷേപ്പൊക്കെ ചെരിഞ്ഞിട്ടാണ്. എല്ലാ ടോളിലും ഒരു സ്ട്രൈറ്റ് അല്ലല്ലോ, നേരെ ചെരിഞ്ഞിട്ടാണ്. ഓരോ ക്രോസ് ആയിട്ടാണ്. സംഗതി രസമുണ്ട്. എന്തായാലും പൈസ പോണ കേസാണ്. ഇപ്പൊ രസം ഉണ്ടാവും. അപ്പൊ ഈ ടോള് കഴിഞ്ഞ് കഴിക്കാനാ നമ്മളെ ഇത് വരുന്നുണ്ട് കേട്ടോ, ഫിറോസ് ഓഫീസ്. ഇത് കണ്ടിട്ട് ചില ഓഫീസ് ശരിയാക്കി തരാം. ചെറിയ സ്പാൻഡ് എടുത്തു. ഇരിക്കാനൊന്നും ആൾക്കാരില്ലല്ലോ, ബൂത്ത് കാര്യങ്ങളൊന്നും ഇല്ല. അതിനാണല്ലോ ഫാസ്റ്റാഗ് എന്ന് പറയുന്നത്. ഓരോ ആവശ്യമില്ലല്ലോ, മനുഷ്യന്മാരെ ആവശ്യമില്ലല്ലോ. അത് സ്കാൻ ചെയ്ത് കണ്ട് അടിച്ചെടുത്ത് പോയിക്കോളേ. എന്നാ നമ്മളെ തൃശ്ശൂർ ടോളൊക്കെ ചെന്ന് നോക്കണ്ടേ, എന്നും അടിയാണ് അവിടെ. കച്ചറ, വെറും കച്ചറ. തച്ച് പൊളിച്ച് ഒഴിവാക്കണം ഒക്കെ. റോഡ് ടാക്സും അതിന്റെ അപ്പുറത്ത് ഗ്രീൻ ടാക്സും. പിന്നെ അല്ലാതെ ടാക്സ്, ഗ്രീൻ ടാക്സ്, ആന മാങ്ങ തൊലി എന്നൊക്കെ. ഏതാറില്ല, കാക്ക വിളിച്ചു കണ്ടു. ഏതൊരു ടോള് 1250 പിടിച്ചോക്കണത്. എന്താ പോലൊക്കെ അവസ്ഥ. 250 ഒരു ടോള്. ഒരു ടോളാണ് 1250. വൺ സൈഡ് ഒരു സൈഡൊക്കെയുള്ള ഒരൊറ്റ ടോള്. ഇതിപ്പോ ഫാസ്റ്റാഗ് നമുക്ക് പോകണമെന്ന് അറിയണില്ലല്ലോ. മെസ്സേജ് ഇങ്ങനെ വരുമ്പോഴല്ല അറിഞ്ഞത്. മറ്റേത് ടോക്കൺ പൈസ കൊടുക്കുക, ടോക്കൺ വാങ്ങാം, അത്ര. എല്ലാം ബാങ്ക് ഇടപാടാക്കിക്കൂടെ. ആയി തന്നെ അവർക്ക് അങ്ങനെ കൈയിട്ട് കക്കാന്. ഇതാണ് ഭാരത് ബെൻസിന്റെ ഷോറൂം. ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഇടയിൽ അത് അങ്ങനെ ഒരു ബിൽഡിങ് കാണണ്ട. അടുത്ത ബിൽഡിങ് ആ ബിൽഡിങ് ആണ്. ഈ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് അതാ ബിൽഡിംഗ്, ഇതാ 2 നില ബിൽഡിങ്. അത് കഴിഞ്ഞിട്ട് ടാറ്റന്റെ ഷോറൂം. അത് ടാറ്റന്റെ ഷോറൂം. അതാണ് നമ്മളെ ബാലുവിന്റെ ഓഫീസ്. എന്നൊക്കെ പറഞ്ഞ ഓഫീസ്. ഞോന് കമ്മീഷൻ കൊടുക്കണം. വേണം. ഓട്ടെ ഏതായാലും. അപ്പൊ വെയില് ചൂടാവോളം നമ്മള് വിടാം. വെയില് വന്നാ കാണാം. ഇവിടൊക്കെ മഴണ്ട് അല്ലേ. പക്ഷെ രാത്രിയൊക്കെ പെയ്തോണം. എന്നിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. മഴ ഇല്ലാതെ ഇങ്ങോട്ട് പോന്നപ്പോ തന്നെ വെറും മഴയാണ്. ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലുള്ളൂ ഒരു ദിവസം. പക്ഷെ ഒരു ഒറ്റ ഭക്ഷണം ഉണ്ടാക്കലാണ് 3 നേരം കഴിച്ചില്ലേ. ഉച്ചക്ക് രാത്രി പിറ്റേന്ന് രാവിലെ കഴിച്ചു. അതേമാതിരി ഗ്യാപ്പ് കിട്ടിയാൽ നമുക്ക് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാം. കുറഞ്ഞ സമയം മതിയല്ലോ. കഴിഞ്ഞ ലോളിൽ ഉണ്ടാക്കിയ മതിയായി. മധുപൂത്തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അതാകുമ്പോൾ ഒറ്റ വെപ്പില് കറി വേറെ ചോറ് വേറെ ഉണ്ടാക്കണ്ട. എല്ലാ റോഡും ഇതേമാതിരിയാണെങ്കിൽ ടോള് കൊടുത്താലും വലിയ നഷ്ടമല്ല. വണ്ടി പോയി കിട്ടും. ഇപ്പൊ രാത്രിയൊക്കെ വന്ന റോഡ് എന്തേലും അറിയാം. ആലോചിച്ച് നിൽക്കണം. എയിലാണ് ഇറക്കുക. ആഴം കുറെ കുണ്ടിന് അറച്ച് ചളി. ഫുള്ളായിട്ട് പണിയെടുക്കൂല. കുറച്ച് നല്ലതാണെങ്കിൽ കുറച്ച് മോശമായതാണ്.
അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര കർണാടക ബോർഡർ എത്താനായിട്ടുണ്ട്. മംഗളവേദ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയാണ് ബോർഡർ വരുന്നത്. നല്ല വെയിലാണ്, 5 ദിവസം നിൽക്കാതെ മഴയാണ്. നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിലാണ്. മടക്കത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇതിൽ കഴിക്കണം. ഉണ്ടാക്കാൻ വേണ്ടി നിർത്തി പൊടിക്കത്തെ കാറ്റില്ലേ, പെരും കാറ്റ്. ചവും മാത്രം കുടിക്കൊക്കെ എടുത്ത് വെച്ചു, പെരും കാറ്റടിച്ചിട്ട് എന്താ ചെയ്യാ. ഇങ്ങോട്ട് പോകുന്നപ്പോ പെരും മഴ, അങ്ങോട്ട് പോകുമ്പോ പെരും കാറ്റ്, കൊടും കാറ്റ്. എന്താ ചെയ്യുക, എന്തായാലും ദാപം എന്തെങ്കിലും നോക്കണം കഴിക്കാൻ. പാവങ്ങളുടെ ഭക്ഷണം കഴിക്കാം. റൊട്ടിയും ദാൽ ഫ്രൈ. ദാൽ ഫ്രൈ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. ഇതെന്താ റോഡ് ഒട്ടകപ്പുറത്ത് പോണാല് വണ്ടിക്ക് ഒരു തുള്ളല്. അവിടെ പോകല്ലേ. ഞാൻ ആദ്യം എന്ന് പറഞ്ഞ അർജന്റ് കൂട്ടിട്ട് ദാബൊക്കെ നോക്കാം എന്തേലും. അപ്പൊ നമ്മളെ ലോറിക്കാരൊരു ദാബ കണ്ടിക്കണം. അപ്പൊ അവിടെ ഇറങ്ങിയതാണ്. കുറേ വണ്ടികളുണ്ട് അവിടെ. ഇനി നമ്മളെ ഫേവറേറ്റ് ഉണ്ടോ ചോദിച്ചോക്കട്ടെ. റൊട്ടിയും ദാൽ ഫ്രൈ. തുറോസ റൊട്ടിയും ദാൽ ഫ്രൈ അല്ലേ? റൊട്ടിയും ദാൽ ഫ്രൈ അല്ലേ? അല്ല നമ്മളെ ഫേവറേറ്റ് ദേശീയ ഭക്ഷണം. ആ ദേശീയ ഭക്ഷണം ഉണ്ടോ നോക്കട്ടെ ഡ്രൈവർമാരെ. അപ്പോൾ ദാബിയിൽ കയറി നമ്മൾ ഓർഡർ ചെയ്തേക്കണം. എഗ് റൈസ് എന്ന് പറഞ്ഞു കേട്ടോ. അവർ എന്താന്ന് പറഞ്ഞാൽ തന്നെ അറിയണം. റൈസ് ഉണ്ടെന്ന് പറഞ്ഞു, എഗ് റൈസ് ആണെന്ന് പറഞ്ഞു. ആ എഗ് റൈസ് പോരട്ടെ എന്ന് പറഞ്ഞു. എന്ത് എഗ് റൈസ് ആണോ ആവോ. അപ്പോൾ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് സാധനം. കഴിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. എഗ് റൈസ് എന്നൊക്കെ പറഞ്ഞത് ഇത് എന്ത് റൈസാണോ. അല്ല ഗീ റൈസ് എന്നല്ല പറഞ്ഞതിൻ്റെ പോലെ. എന്തായാലും കഴിക്കാം, വിശക്കണം. അപ്പം നമ്മൾ വിജയപുരം എത്തിയിട്ടുണ്ട്. കർണാടക വിജയപുരം. ഇവിടെ വണ്ടിപ്പിരാന്തന്മാരൊരു കട ഉണ്ട് അല്ലേ? ഇറങ്ങാം. ഇവിടെ വണ്ടിപ്പിരാന്തന്മാരൊരു കട ഉണ്ട്. വണ്ടി സ്നേഹികളുടെ കഥ എന്നൊക്കെ പറയില്ല. നമ്മളെ കേരളത്തിൽ പറ്റാത്തൊരു കട. അല്ലോ വഴിയൊരു വഴിയാണ്. ആ അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ഇതാണ് വണ്ടിപ്പിരാന്തന്മാരെ കട കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ദാബിയിൽ ഇറങ്ങിയതാണ്. നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മളെ റൂട്ട് നമ്മൾ മൈസൂർ വഴി ആക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ മംഗലാപുരം വഴിയാണ് പോകൽ. ഇപ്പോൾ മൈസൂർ, ഇവിടെ ഹോസ്പേട്ട, ചിത്രദുർഗ, അങ്ങനെ മൈസൂർ പോകാനുള്ള റൂട്ടാണ്. അത് റൂട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇത് പറയുമ്പോൾ റോഡ് നല്ല റോഡാണ്. ടോളുണ്ടാവും കുറച്ച്. പക്ഷേ നമ്മൾ റോഡ് പണി നടക്കുന്നുണ്ട്. ഹൈവേൻ്റെ റോഡ് പണി നടക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായി മഴയും കൂടി ആകുമ്പോഴേ പോകാൻ. അപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഹോസ്പേട്ട എത്തിയിട്ടുണ്ട്. ഹോസ്പേട്ട ടണലാണ്. അത്യാവശ്യം നല്ല നീളമുണ്ട് ടണൽ. ഉള്ളതുണ്ട് കോൺക്രീറ്റ് ഇതെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. കുതിരന്തുറക്കന്മാരൊന്നല്ല, അടിപൊളിയാക്കിയിട്ട് ഹോസ്പേട്ട ടണൽ. അപ്പോൾ ഞങ്ങളെ പാണ്ഡവപുരം പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ശ്രീരംഗപട്ടണ കഴിഞ്ഞ് പിന്നെ മൈസൂർ നമുക്ക് എടുത്തത്. ശ്രീരംഗപട്ടണം മൈസൂർ. അപ്പോൾ പാണ്ഡവപുരമാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീരംഗപട്ടണം എടുത്തിട്ടോ. ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുളി എന്നൊക്കെ പറഞ്ഞാൽ ഗ്യാപ്പിൽ നമുക്ക് നടക്കുള്ളൂ പരിപാടിയൊക്കെ. വെള്ളമല്ലേ, നല്ല മഴയൊക്കെ ആയതിന് നല്ല വെള്ളം ഉണ്ടാവുന്നതാണ്. വെള്ളമൊക്കെ ഉണ്ടോ ഇല്ലേ? പറ്റിച്ചോ പറ്റിച്ചെല്ലാങ്ങായി. വെള്ളം ഉണ്ടല്ലോ. പിന്നെ നല്ല തെളി വെള്ളം ഉണ്ടല്ലോ. അതില്ലറ കൊടുക്കാൻ വണ്ടി കാണുന്നില്ലല്ലോ അവിടുന്ന്.
അപ്പോൾ നല്ല തെളിവെള്ളമുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ കേസ്. കുളിക്കുക ഓടുക. ഇതൊക്കെ ഇത് പോയല്ലോ കേട്ടോ, നിർമ്മിത കനാലാണ് അല്ലേ, നിർമ്മിത കനാൽ. പാടം കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഒന്ന് തുടങ്ങാം. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ കുളിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുളി കഴിച്ച് ഞങ്ങൾ പുറപ്പെട്ടു. 10 മിനിറ്റിന് വന്നിട്ടുള്ളൂ. 10, 12, 15 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് പോയിട്ട് കഴിച്ചു. നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ അടുത്തത് നമുക്ക് ഈ വണ്ടിക്കാരുണ്ടാവും, വണ്ടിയിൽ കച്ചവടം ചെയ്യണം, ചായ എടുക്കണം. അപ്പോൾ അവരുടെ അടുത്തുണ്ടാവും ഇഡ്ഡലി, ദോശ, പൂരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് കഴിക്കണം. അടുത്തതാണ് അപ്പോൾ ചെറിയ പൈസക്ക് നമുക്ക് രാവിലത്തെ ഭക്ഷണമാവും. അപ്പോൾ പോട്ടെ വണ്ടി. അപ്പോൾ ഇതാണ് നമ്മൾ കുളിച്ച കനാൽ കേട്ടോ. നല്ല തെളി നീരുണ്ട്. നല്ല മഴയാണെങ്കിൽ കലങ്ങിയായിരിക്കും വെള്ളം വരിക. അപ്പോൾ കലക്കല്ല, എന്നാൽ തെളിഞ്ഞ വെള്ളമാണ്. കുളി കഴിഞ്ഞു. അപ്പോൾ പാണ്ഡവപുരം അങ്ങാടി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മളെ കനാലിലുണ്ടായിട്ട്. ഇതാണ് ഈ പാണ്ഡവപുരം അങ്ങാടി. ഇന്ന് അങ്ങാടി വലിയ തിരക്കൊന്നും കാണാനില്ല. ചില സമയത്ത് നല്ല തിരക്കുണ്ടായിട്ടുണ്ട്. ഇന്ന് വലിയ തിരക്കില്ല. നേരം വെളുക്കണുള്ളൂ എന്നല്ല, നേരെ 10 മണിയായി. 10 മണിയായി. പോട്ടെ പോട്ടെ പോട്ടെ. ഒടിഞ്ഞോ, ഫുള്ള് ഒടിഞ്ഞോ. പോട്ടെ. അല്ല കുഴപ്പമില്ല, മഴ അല്ലല്ലോ ഇപ്പോൾ. മഴ ഇല്ലാത്തോണ്ടാ ഇറങ്ങാത്തല്ലേ. അതിനെ രാവിലെ ഒരു നീച്ച് നോക്കുമ്പോൾ മഴ ഉണ്ടെങ്കിൽ അവിടെ കിടക്കുള്ളൂ. ഇവര് പിന്നെ അങ്ങനൊന്നുമില്ല. ഒരേ മഴയിലും വെയിലൊക്കെ ഓരോ റോട്ടിലുണ്ടാവും. നമ്മള് കുളിച്ചപ്പോ നിന്ന് ഊട്ടി മഴ പാരി അല്ലേ. ആ പാണ്ഡവപുര പഞ്ചസാര കമ്പനി അല്ലേ. അപ്പോൾ പാണ്ഡവപുര പഞ്ചസാര കമ്പനിയാണിത്. ഇതൊക്കെ വർക്കിംഗ് ഉണ്ടെങ്കിൽ എന്തോ ഒരു തിരക്കേക്കാറ് ഇവിടെ. ഫുള്ള് പാർക്കിങ്ങിന് ഫുള്ള് വണ്ടി കയറും. പാർക്കിംഗ് ഒക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ആകെ തുരുമ്പിടിച്ച് നാശമായിക്കണല്ലോ കമ്പനി. അപ്പൊ അതിന് കർണാടക പഞ്ചസാര അല്ലേ, മഹാരാഷ്ട്ര പഞ്ചസാര ഉള്ളു. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്പോൾ പഞ്ചസാര കയറുന്നത്. പാർക്കിങ്ങിലൊക്കെ ആകെ പുല്ല് മുളച്ചേക്കണം. കരിമ്പായി കിട്ടിയിട്ട് വേണ്ടി വരും. നമ്മളെ പെട്ടിത്തട്ടുകട കാണാനല്ലോ ഒന്നും. അവിടെ കുറേ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും കാണാനല്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് കരുതിയാല് ഇനി കരുതി ഇങ്ങനെ നോക്കി 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 പോയി ഇന്ന് ഇനി ഉച്ചാവും. അന്നേരം രാവിലത്തും അതെല്ലാം നോക്കാം. പോട്ടെ, വണ്ടിക്കാരെ കാണുകയാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ പോയി ചെയ്യാം. അല്ലെങ്കിൽ മുജീബിന്റെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിലേ നമുക്ക് അതുവരെ അങ്ങോട്ട് എത്താനുള്ള മണി ചായ എന്തെങ്കിലും കുടിക്കാം. അപ്പൊ വരും. ഇവിടെ എന്താ പരിപാടി ഉണ്ടോ? പ്ലേറ്റ് എടുത്ത് ഇറങ്ങിയാൽ ഇവിടെയുണ്ട് ഒരു കനാലുണ്ടോ ഉച്ചക്കും ഇതിലും അതേപോലെ തന്നെ ചെറിയ വെള്ളമുള്ളൂ. ഉച്ചക്കും രാത്രിയും പോലെ അവിടെ പോയി എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ? നേരെ മുമ്പിലൊരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ശരി. മറ്റേ നമ്മള് ഗോതമ്പറക്കി കമ്പനി തൊണ്ടല്ലേ പാരിസൺ സ്ഥലം. പാരിസൺ അപ്പൊ നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. രാവിലത്തെ ഭക്ഷണം തട്ട് എന്താണ് വണ്ടി തട്ടുക.
പൂരിയാണ് കഴിക്കണത്. പുതിയ ഹൈവേ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആണ്. ഇനി അതിൽ കയറും നമ്മൾ നേരെ മൈസൂർ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട്. ആഡബിൾ ഫില്ലപ്പ് ആക്കാൻ സാമ്യ ട്രാൻസ്പോർട്ട് 41.52 ആഡബിൾ ലിറ്ററിന് വില. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഭാരതിൻ്റെ പമ്പുണ്ട്. അതിന് ഡീസൽ ഫുള്ളാക്കണം. അപ്പോൾ ആഡബിൾ നിറച്ചുകൊണ്ട് നേരെ നമ്മൾ പമ്പൊക്കെ നിർത്തി പമ്പിൽ ഡീസൽ അടിച്ചു. ഡീസൽ ഫുള്ളാക്കി. പിന്നെ നമ്മൾ ലോഡ് ഇറക്കിയിട്ട് കാക്കാൻ്റെ നാട്ടിൽ പോയിട്ട് ഡീസൽ ഫുള്ളാക്കും. എന്നിട്ട് അപ്പോൾ നമുക്ക് കണക്ക് ക്ലോസ് 14,811. അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫോറസ്റ്റിൽ കയറാനുള്ള പരിപാടിയാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിലൊരു ചായ കുടിക്കട്ടെ. ഒരു കാലിച്ചായ കുടിച്ചാൽ പിന്നെ നമ്മൾ ചായയുടെ കഴിഞ്ഞ് വൈക്കടവിൽ കേരളത്തിൽ പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇവിടുന്ന് കർണാടകയിൽ നിന്ന് തമിഴ്നാടൊന്നും കുടിച്ചില്ല, കേരളത്തിൽ നിന്ന്. അപ്പോൾ ഓരോ കാലിച്ചായ കുടിച്ചുകൊണ്ട് കയറട്ടെ. അണ്ണ 2 ഇട്ടിയാക്കി. കാട്ടിലാണുള്ളത്. കരടിക്കുട്ടനാണോ പോണത്? കരടിക്കുട്ടൻ. മരത്തിനപ്പുറം പോയത്. അപ്പൊ നമ്മള് നാടുകാണി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. ആകെ മഴയാണ്. മഴ ഇങ്ങനെ കേറുന്നുണ്ട്. ചെറിയ കോട, നല്ല കോട. റോഡൊക്കെ താഴത്തേക്ക് എന്താ സ്ഥിതി എന്നറിയില്ല. കേരള ബോർഡറിൽ എത്തിക്കിട്ടണം. അതുപോലെ റോഡ് ഭയങ്കര സ്പീഡാണ്. പൊളിഞ്ഞതാണ്ടാണ്. മണ്ണൊക്കെ ഇട്ടിക്കണോ നാവം ഒരാക്കിന്റെ കുഴികളാ. ഹോട്ടലാ ഈ പറഞ്ഞേ? ഇവിടെ നിർത്താൻ പറ്റില്ല. നമുക്ക് വൈക്കട പോയിട്ട് കഴിക്കാം. അത് നല്ലത്. നമുക്ക് പിന്നെ നേരം കാലൊന്നും ഇല്ലാത്തതുകൊണ്ടേ അതാണ് പറ്റുമ്പോഴാണ് നമ്മൾ കഴിക്കല്. വിശക്കുമ്പോഴല്ലോ. പറ്റുമ്പോ ദൂരെ നിർത്താൻ സൗകര്യം കിട്ടുമ്പോ കഴിക്കും. 4:30 മണി കേട്ടോ. നമുക്ക് രാത്രി ഒന്നിച്ച് അടിക്കാം. രാവിലെ 10:30 പൂരി കഴിച്ചതാണ്. രാവിലെ 10:30 പൂരി കഴിച്ചാ. അവിടെ കാണാൻ കോട, നല്ല കോടയാണ്. അപ്പൊ ആ കോട മഞ്ഞ്. ഓഹോ മഴവരയിൽ ഓഹോ. കാലുവണ്ടിയാണ് വരുന്നതൊക്കെ. റോഡിന് പോവാണ്. ഇതാണ്ടോ റോഡുകളൊക്കെ. ഈ തമിഴ്നാട് സർക്കാർ എന്താ ഇതിനൊരു തീരുമാനം? കാരണം തമിഴ്നാട് പണി വരെ ഉണ്ടാവും കോട. അത് കഴിഞ്ഞാൽ കേരളത്തിലൊന്നും കോടയൊന്നും ഉണ്ടാവില്ല. കേരളത്തിലൊന്നും മഴ മാത്രമേ ഉണ്ടാവുള്ളൂ. രാത്രിയൊക്കെ ആയി തന്നെ ഇറങ്ങാൻ കഴിയട്ടോ. അപ്പം നല്ല കോട. നമ്മളെ താഴത്തൊക്കെ കാണില്ലേ? നമുക്കൊക്കെ മുന്നിൽ തന്നെ നോക്കാം കോട. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത്ര കോട ഫോണിലുണ്ടാവില്ല. ഇതില് കിട്ടൂല. ഫോണിലെടുക്കുമ്പോൾ നല്ല ക്ലിയർ ആക്കാൻ എവിടെ കോടാന്ന് കരുതും ഫോണിലെടുക്കുമ്പോൾ. ഇറങ്ങല് തുടങ്ങിയിട്ടുള്ളൂ. കേരളത്തിൽ എത്തിയിട്ടില്ല. അപ്പൊ തന്നെ കോടൊക്കെ പോയി. കേരളത്തിൽ എത്തിയ മഴ ചൂട്. കേരളത്തിൽ കോടല്ലല്ലോ, മഴ പോയ ചൂട്. കേരളത്തിൽ മഴയും ചൂടും മാത്രമേ ഉള്ളൂ. കോടയും മഞ്ഞൊന്നുമില്ല. ഉണ്ട്. മൂന്നാർക്കൊക്കെ പോകേണ്ടി വരും അല്ലേ? മൂന്നാർ, വയനാട്. വയനാട് വാഗമൺ. വെള്ളം ചാടൽ തുടങ്ങി. കുയിലൊക്കെ
കൊറേ മണ്ണിട്ടാണ്. സമാധാനമുണ്ട്. അങ്ങനെ ഏകദേശം ബോർഡർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടാൻ നിൽക്കുന്നുണ്ട്. കുറെ പൊട്ടി വീണുകണ് അല്ലേ? കൊച്ചെത്തി. ഞാന് നാടിന്റെ ഗന്ധം ആസ്വദിക്കട്ടെ അറിയില്ല തെലുങ്കുമാര്. ബോട്ട് മഞ്ഞെടുത്ത് ഇങ്ങനെ കിട്ടും. ആ അപ്പൊ ക്ലിയർ ഉണ്ട്. ചെറുക്കുടി ഉണ്ടല്ലോ ഇതില് അവിടുന്ന്. അത് കമ്പനിയാണ്. അത് കമ്പനി ചോർത്ത. അപ്പൊ നമ്മള് പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. നമ്മളെ ലോഡിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. രാത്രിയാണ് നമ്മൾ എത്തിയത്. 9 മണി 9:15 ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് രാത്രി ലോഡിങ് ഇല്ല. നല്ല മഴയാണ്. രാത്രി മഴയാണ്. ഇപ്പോഴും മഴ തന്നെയാണ്. ഇപ്പോൾ ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷെഡിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ അടുത്ത വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റുകൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കും കേട്ടോ.